നമസ്കാരം. ഇസ്രായേലിനെതിരെയും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ് യമനിലെ ഹൂതി മിലിഷ്യ. അധിനിവേശ ജാഫയിലെ ബെൻ ഗുറിയൻ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഞായറാഴ്ച ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹിയ സാരി അറിയിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം അരമണിക്കൂറിലേറെ നിർത്തിവെച്ചു. ഞായറാഴ്ച ചെങ്കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളായ ഹാരി എസ് ട്രൂമാനെതിരെ ആക്രമണം നടത്തിയതായും സാരി പറഞ്ഞിരുന്നു. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഇസ്രയേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തടഞ്ഞതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ബെൻ ഗുറിയോൻ വിമാനത്താവളത്തിലെ സർവീസ് തടസ്സപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രയേലിലുടനീളം സൈറണുകൾ മുഴങ്ങുകയും താമസക്കാർ ഷെൽട്ടറിലേക്ക് മാറുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈല് സൗദിയിൽ തകർന്നു വീണതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ അധിനിവേശ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഇസ്രയേലിലേക്കുള്ള 5ാമത്തെ ഹൂതി ആക്രമണമാണിത്. അതേസമയം കഴിഞ്ഞ ദിവസം ഹൂതികൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ചെറുത്തതായി ഇസ്രയേൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ മധ്യ ഇസ്രയേലിലുടനീളം മിസൈൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിരുന്നു. അതിർത്തി കടന്ന് പ്രവേശിക്കും മുമ്പ് തന്നെ ഇസ്രയേൽ സൈന്യം മിസൈലുകൾ തകർത്തു. USS ഹാരി ട്രൂമാൻ അടക്കം അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. യമനിൽ US വ്യോമാക്രമണം തുടരുകയാണ്. ഗാസയിലെ വെടിനിർത്തൽ നടപടിയുമായി ഹമാസ് സഹകരിക്കാത്തത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കുറ്റപ്പെടുത്തി. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ മരണനിരക്ക് 1,00,000 കവിഞ്ഞിരിക്കുകയാണ്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം 50,021 പേരാണ് 2023 ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കി. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കിയാൽ മരണസംഖ്യ 61,700 കവിയുമെന്നും ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നുണ്ട്. ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 1,139 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. സമുദ്ര വ്യാപാരത്തിൽ നിർണായകമായ ചെങ്കടലിൽ ഹൂതി ആക്രമണം വർദ്ധിച്ചതോടെയാണ് US സനയിൽ വ്യോമാക്രമണം കടുപ്പിച്ചത്. സനയിൽ രാത്രി മുഴുവൻ നടന്ന ആക്രമണത്തിൽ 13 പേർക്കാണ് പരിക്കേറ്റത്. ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ച ആക്രമണം കടുപ്പിച്ചതോടെ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വെക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിനെ ലക്ഷ്യമിട്ട് സനയിൽ US ആക്രമണം കടുപ്പിക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മാരിബ് പ്രവിശ്യ, ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദ, സാദ നഗരം എന്നിവിടങ്ങളിലും US വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഹൂതി ഭീഷണി കാരണം US കപ്പലുകൾ സൂയസ് കനാൽ ഒഴിവാക്കാൻ നിർബന്ധിതരാകുമെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.